So, good morning, guys, and welcome back to the new video of electrical measuring instruments. ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ചെയ്ത വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ആയിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക്സ് അല്ലേ? എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഓഫ് അമ്മീറ്റർ കണ്ടു, വോൾട്ട് മീറ്റർ കണ്ടു, നമ്മൾ എന്തിനാണ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് എന്നും നമ്മൾ കണ്ടായിരുന്നു അല്ലേ? സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ചിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലം ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ട്. സോ ഇൻ ദിസ് വീഡിയോ വിൽ ഡിസ്കസ് ടു such kind of numerical. Okay, so we'll move ahead. So see, നിങ്ങളുടെ question ഇതാണ്. I hope you can see in your screen very well. So a moving coil instrument takes 100 milliampere for full scale deflection, and the meter coil has a resistance of 12 ohms. If you want to extend the meter so as to measure a current up to 10 ampere, what is the procedure? See, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 2018 ഡിപ്ലോമ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 8 മാർക്കിന് ചോദിച്ച പ്രോബ്ലം ആണ്. 8 മാർക്കിന്. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ എന്താണ് എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്? അപ്പൊ തന്നിക്കുന്നത് ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. എം സി മീറ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിക്കുന്നത്, അല്ലെങ്കിൽ ഒരു PMMC മീറ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിക്കുന്നത്. എന്താണ് പറയുന്നത്? ഇറ്റ് ടേക്സ് എ കറണ്ട് ഓഫ് 100 മില്ലി ആംപിയർ. അപ്പൊ കറണ്ട് തന്നിട്ടുണ്ട്. ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, അതായത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 മില്ലി ആംപിയർ കറണ്ട് വേണം. അപ്പം ഈ തന്നിരിക്കുന്നത് എന്താണ്? IFSD ആണ്. നൗ ആൻഡ് ദ മീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ഓം. അപ്പം മീറ്റർ കോയിലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 ഓം എന്ന് തന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് എന്താണ്? RM. ഓക്കെ, ഇനി ഇവരെന്താ പറയുന്നത്? ഈ മീറ്ററിന് 100 മില്ലി ആംപിയർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഉള്ള മീറ്ററിനെ അവർക്ക് അതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. റേഞ്ച് ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്യണം? സോ ആസ് ടു മെഷർ എ കറണ്ട് അപ് ടു 10 ആംപിയർ. അതായത് 10 ആംപിയർ കറണ്ട് വരെ മെഷർ ചെയ്യണം. അങ്ങനെയെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ? അങ്ങനെ മെഷർ ചെയ്യാൻ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ പ്രൊസീജിയർ? ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലോട്ട് പോവാം. സൊല്യൂഷൻ. ഓക്കെ, സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എടുത്തെഴുതുക. സോ ഗിവൺ എന്താണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്? ഗിവൺ ഇറ്റ് ഈസ് എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്, IFSD. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് പറയുന്നത് 100 മില്ലി ആംപിയർ. RM എന്ന് പറയുന്നത് 12 ഓം. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഒരു ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ഈ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ശരി, നമ്മൾ പ്രോബ്ലം ന്യൂമറിക്കൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ അതിന് തെറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വരയ്ക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഫിഗർ വരയ്ക്കാൻ സാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, അത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, സോ ഇത് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത മീറ്ററിന്റെ റേഞ്ച്, അതായത് പുതിയ മീറ്റർ, ന്യൂ മീറ്ററിന് എന്താണ് സംഭവം? അതിന്റെ റേഞ്ച് 10 ആംപിയറിലോട്ട് മാറ്റണം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. സോ 10 ആംപിയർ എന്ന് പറയുമ്പോൾ ഇതെന്താ, ഈ മീറ്റർ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് വർക്കിംഗ് ആസ് എൻ അമ്മീറ്റർ ആണല്ലോ, അമ്മീറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം അവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ പ്രൊസീജിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രൊസീജിയർ? സോ ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്താണ് പ്രൊസീജിയർ? അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ
go for a shunt multiplier. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, so you have to write something like it. So given a moving coil ammeter with full scale deflection current of 100 milliampere, full stop. In order to measure a current of 10 ampere with this meter, we have to extend the range of the meter. The range can be extended by എങ്ങനെയാണ് ചെയ്യുന്നത്? by connecting a shunt multiplier. ബ്രാക്കറ്റിൽ നമുക്ക് we can represent it as RSH. അപ്പൊ ഇതാണ് ബേസിക്കലി ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരു ഒരു മീറ്റർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്. ആ അമ്മീറ്ററിന്റെ എന്താണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് 10 മില്ലി ആംപിയർ ആണ്. ആ മീറ്റർ ഉപയോഗിച്ച് ഒരു 10 ആംപിയർ കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? വി യൂസ് എ ഷണ്ട് മൾട്ടിപ്ലയർ, അല്ലേ? സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഡയഗ്രമായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡയഗ്രമായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത്. സി, നമ്മുടെ കയ്യിലുള്ള ബേസിക് മീറ്റർ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന് വി ഹാവ് എ ഡയൽ, ദെൻ വി ഹാവ് എ മീറ്റർ റെസിസ്റ്റൻസ് REM. ഇത് ഇവിടെ തന്നിരിക്കുന്നത് 12 ഓം, അല്ലെ? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? IFSD, അല്ലെ? ഇതിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? ഇപ്പോഴ് 100 മില്ലി ആംപിയർ ആണല്ലോ. ഇത് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതിന്റെ പ്രോബ്ലം മെഷർമെന്റ്സിന്റെ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ബേസിക് മീറ്ററിന്റെ പടം വരയ്ക്കുക. ഓക്കെ, ബേസിക് മീറ്ററിന്റെ പടം വരച്ചിട്ട് നമ്മൾ ആ പടത്തിനകത്ത് 3 ഡീറ്റെയിൽസ് എപ്പോഴും നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതുമ്പോഴത്തേക്കും അതിനെ ബേസ് ചെയ്ത് നമ്മൾ 3 പാരാമീറ്റർ എന്തായാലും അതിനകത്ത് ഉറപ്പ് വരുത്തണം. 3 പാരാമീറ്ററേ മൊത്തത്തിലുള്ളൂ. എന്തൊക്കെയാണ്? ഒരു മീറ്റർ റെസിസ്റ്റൻസ്, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. നമുക്ക് ഈ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റിയെ ഉപയോഗിച്ച് മൂന്നാമത്തെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ ലാസ്റ്റ് അസൈൻമെന്റിലായാലും നമ്മൾ അങ്ങനെയാണ്. ലാസ്റ്റത്തെ ഒരു 3 പ്രോബ്ലം ഞാൻ തന്നിരിക്കുന്നത്. ഇത് ഓരോ ഒന്നുകിൽ എന്താണ് കറണ്ടും വോൾട്ടേജും തന്നിരിക്കും, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസും കറണ്ടും തന്നിരിക്കും, അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ വരും. സോ ഇവിടെ നമ്മുടെ കയ്യിൽ മീറ്റർ റെസിസ്റ്റൻസും ഉണ്ട്, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ടും ഉണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് VM, അതായത് മാക്സിമം വോൾട്ടേജ് ദ ബേസിക് മീറ്റർ ക്യാൻ വിത്ത്സ്റ്റാൻഡ്, നമുക്ക് കണ്ടുപിടിച്ചൂടെ? VM എന്ന് പറയുന്നത് എന്താണ്? VM is equal to IFSD into RM ആണല്ലോ. IFSD എന്ന് പറയുന്നത് 100 മില്ലി ആംപിയർ ഇൻറ്റു 12 ഓം. അപ്പൊ എത്ര കിട്ടും നിങ്ങൾക്ക്? 100 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 0.1 into 12, ഇറ്റ് ഇസ് 1.2 volt. So maximum voltage the meter can withstand is 1.2 volt. ഓക്കെ, എപ്പോഴും നിങ്ങൾ ബേസിക് മീറ്ററിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പം ഈ 3 പാരാമീറ്ററും നിങ്ങൾ അതിനകത്ത് എഴുതിയെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം?
ഈ മീറ്ററിനെ നമുക്ക് ഏതിലോട്ട് മാറ്റണം? പുതിയ മീറ്റർ, അതായത് നമ്മുടെ ന്യൂ മീറ്റർ. അപ്പൊ ബേസിക് മീറ്ററിന്റെ റേഞ്ച് എത്രയായിരുന്നു? 0 to 100 മില്ലി ആംപിയർ അല്ലേ? പുതിയ മീറ്ററിന്റെയോ 0 to 10 ആംപിയർ. അപ്പൊ നമ്മുടെ പുതിയ മീറ്റർ എങ്ങനെയാണ്? നമുക്ക് 10 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീറ്ററിന് പാരലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഷണ്ട് മൾട്ടിപ്ലയർ എന്നുള്ള രീതിയിൽ. സോ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ ഈ മീറ്റർ, ബേസിക് മീറ്റർ ഞാൻ വരയ്ക്കാം. സോ ബേസിക് മീറ്റർ വരയ്ക്കുക. ബേസിക് മീറ്ററിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഷണ്ട് മൾട്ടിപ്ലയർ കണക്ട് ചെയ്യും അല്ലേ? അതല്ലേ ചെയ്യുന്നത്? ഇതാണല്ലോ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് എഴുതും? ദിസ് ഇസ് RSH അല്ലേ? ഇപ്പൊ നമ്മുടെ പുതിയ കറണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പുറത്തല്ലേ? ഈ രണ്ട് സാധനം പാരലൽ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു നോഡിന്റെ അവിടെയാണ് നമ്മുടെ പുതിയ കറണ്ട് I മാർക്ക് ചെയ്യുന്നത് അല്ലേ? ഈ I എന്ന് പറയുന്നത് എന്താണ്? പുതിയ റേഞ്ച്, മാക്സിമം വാല്യൂ. അതെന്ന് പറയുന്നത് 10 ആംപിയർ. ഓക്കെ, ഓക്കെ. ഇത് RM, അത് എത്രയായിരുന്നു? 12 ഓം. ഓക്കെ, നൗ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? ISH. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മീറ്ററിനെ 10 ആംപിയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നോർമലി ചെയ്യുന്നത്? ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു, RSH കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നോർമലി നമ്മൾ ആ ഡെറിവേഷനിൽ പഠിച്ചതുപോലെ കറണ്ടുകളെല്ലാം മാർക്ക് ചെയ്തു. പുതിയത് തന്നിട്ടുണ്ട് 10 ആംപിയർ എന്ന് മാർക്ക് ചെയ്തു. ISH നമുക്ക് അറിയത്തില്ല. IFSD ഇതിനകത്ത് ആ ബേസിക് മീറ്ററിൽ കൂടെ പോകുന്നത് വോൾട്ടേജ് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമുക്ക് RSHന്റെ വാല്യൂ കണ്ടുപിടിക്കണം. RSHന്റെ വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടില്ലേ? RSH is equal to, അതായത് ഷണ്ട് മൾട്ടിപ്ലയർ is equal to മീറ്റർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ M minus 1. ഇതല്ലേ ഫോർമുല? ഇതിൽ എമ്മിന്റെ വാല്യൂ എന്താണ്? M is equal to പുതിയ റേഞ്ച്, മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ ബേസിക് മീറ്ററിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ആണല്ലോ. സോ ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ? ആദ്യം നമുക്ക് M എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാം. M is equal to I divided by IFSD. നമ്മുടെ പുതിയ റേഞ്ച് എത്രയാണ്? 10 ആംപിയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയാണ്? 100 മില്ലി ആംപിയർ. ഇതിനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി 100. ദ വാല്യൂ വിൽ ബി 100. അപ്പൊ നമുക്ക് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 എന്ന് കിട്ടി. ഓക്കെ, നൗ നമുക്ക് RSH കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? RSH is equal to RM divided by M minus 1. സോ RMന്റെ വാല്യൂ എത്രയാണ്? 12. 12 divided by 100 minus 1. That is 12 divided by 99. ഇതെന്ന് പറയുന്നത് I think it will be somewhere around 0.119 something വരും. നമുക്ക് നോക്കാം വേണമെങ്കിൽ.
12 divided by 99. 0.1212. Okay. So let me remove this. Point 1212 യൂണിറ്റ് എന്താണ്? ഓംസ്. ഓക്കെ. സോ നമ്മൾ RSHന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ RSH is equal to 0.1212 ohms. സോ സി നിങ്ങൾ ഇവിടെ RSHന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ RMന്റെ വാല്യൂ എത്രയായിരുന്നു? 12. സോ RSHന്റെ വാല്യൂ കുറവല്ലേ? 12 ഓം. RSHന്റെ വാല്യൂ കുറവല്ലേ? സി അതുപോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ പ്രോപ്പർ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പ്രോപ്പർ ചിലതിന് യൂണിറ്റ് കാണത്തില്ല. ചില റേഷ്യോ വരുമ്പോൾ രണ്ട് റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ രണ്ട് ഈക്വൽ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് യൂണിറ്റ് കാണത്തില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലയർ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇവിടെ യൂണിറ്റ് ഇല്ല. 100 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള യൂണിറ്റ്സ് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ. സോ RSHന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1212 ഓം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേണ്ട, ഇത്രയും മതി. ഓക്കെ. RSH is equal to 0.1212 ഓം. അപ്പോഴത്തേക്കും നമ്മുടെ മുകളിൽ നമ്മൾ വരച്ച ഒരു ഡയഗ്രം ഉണ്ടല്ലോ, ഈ ഡയഗ്രാം. സോ ഇതില് RSHന്റെ വാല്യൂ എത്രയാണ്? RSH is equal to 0.1212 ohms. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ ISHന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ നിന്ന് ISHന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? സി നിങ്ങൾ ഈ നോഡ് നോക്കിയേ. എ എന്ന് പറയുന്ന നോഡിൽ എൻ്റർ ചെയ്യുന്ന കറണ്ട് 10 ആംപിയർ, ഒരു വഴിയിൽ കൂടെ 10 മില്ലി ആംപിയർ പോകുന്നുണ്ട്. ബാക്കി ഇതിൽ കൂടെ ISH. അപ്പൊ ഞാൻ ഇവിടെ ഈ എ എന്ന് പറയുന്ന നോഡിൽ KCL കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻകമിംഗ് കറണ്ട് 10 ആംപിയർ 10 ആംപിയർ ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് 100 മില്ലി ആംപിയർ പ്ലസ് ISH. ഇവിടെ നിന്ന് ISHന്റെ വാല്യൂ കിട്ടത്തില്ലേ? ISH is equal to 10 minus 100 മില്ലി ആംപിയർ. സോ ഇതെന്ന് പറയുന്നത് 10 മൈനസ് 100 മില്ലി ആംപിയർ എന്ന് പറയുന്നത് 0.1 ആംപിയർ. സോ 10 മൈനസ് 0.1 എന്ന് പറയുമ്പം 9.9 ആംപിയർ. ഓക്കെ. സോ ഇങ്ങനെയും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. കുറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമുക്ക് ഈ ഡയറക്റ്റ് ഫോർമുല അറിയത്തില്ലെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സി ഞാൻ ഈ ഫോർമുല അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറയാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്ക്. ഇൻ അനദർ വീഡിയോ ഐ വിൽ ടെൽ അനദർ മെത്തേഡ് ടു സോൾവ്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഓംസ് ലോയും കറണ്ട് ഡിവിഷനും വോൾട്ടേജ് ഡിവിഷനും വെച്ചും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദിസ് ഇസ് ദ പ്രോബ്ലം. സോ നമ്മൾ ഇത് 8 മാർക്കിന്റെ പ്രോബ്ലം ആണ്. സോ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നിങ്ങൾ ഒരു വലിയ ഒരു തിയറി പോർഷൻ എഴുതുന്നതിനെക്കാട്ടിയും ഇത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു സ്കോർ ദ മാർക്ക്. ഇതിന് വലിയ സമയം എടുക്കത്തില്ല നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ വിൽ മൂവ് ഓൺ ടു ദി next topic, not next topic, next problem. Okay, so the next problem is something like this. The moving coil instrument takes a 30 milliampere full scale division if the instrument is used as a voltmeter to measure 600 volt full scale division by adding 19,990 ohm in series.
കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്താണ് ബേസിക്കലി പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. പിന്നെ പറയുന്നത് എന്താണ്, ഇറ്റ് ടേക്സ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്, അതായത് IFSD 30 മില്ലി ആംപിയർ. ഓക്കെ, ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ട് മീറ്റർ, അപ്പം ഇവിടെ ഈ മീറ്റർ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, വോൾട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ടു മെഷർ 600 വോൾട്ട് ഫുൾ സ്കെയിൽ ഡിവിഷൻ, അതായത് ആ മീറ്ററിന്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 600 വോൾട്ട് ആണ്. ബൈ ആഡിങ് 19,990 ഓം. അപ്പൊ എന്താ പറയുന്നത് ഇതില്, നമ്മുടെ ബേസിക് മീറ്ററിനെ ഓൾറെഡി അവര് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്നു. എങ്ങനെ ചെയ്തിരിക്കുന്നു, 19,990 ഓം സീരീസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ, യൂസ്ഡ് ആസ് എ വോൾട്ട് മീറ്റർ ടു മെഷർ 600 വോൾട്ട് ഫുൾ സ്കെയിൽ ഡിവിഷൻ ബൈ ആഡിങ്. അത് ആഡ് ചെയ്തത് കൊണ്ടാണ് 600 വോൾട്ട് ആയത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം എന്താണ്, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു മീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ അമ്മീറ്ററിൽ ചെയ്തപ്പോൾ എന്താ കണ്ടത്, അവരൊരു ബേസിക് മീറ്റർ തന്നിട്ട് നമ്മളെടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓൾറെഡി റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് എടുത്തെഴുതാം. ഗിവൺ എന്താണ് തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. മൂവിംഗ് കോയിൽ എന്ത് ഇൻസ്ട്രുമെന്റ് ആണ്, ഇറ്റ് ഈസ് എ മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ. ഓക്കെ, ആൻഡ് ദ ഡീറ്റെയിൽസ് ആർ IFSD എന്ന് പറയുന്നത് 30 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വോൾട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ എത്രയാണ്, 0 to 600 വോൾട്ട് ആണ് ഫുൾ സ്കെയിലില്. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽ എന്താണ്, ഒരു സീരീസ് റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിന്റെ വാല്യൂ എത്രയാണ്, 19,990 ഓം എന്ന് തന്നിട്ടുണ്ട്, സീരീസ് റെസിസ്റ്റൻസ് അല്ലെ. ഇത് ഇത്രയാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, RM-ന്റെ വാല്യൂ ആണ് നമുക്ക് അറിഞ്ഞൂടാത്ത വാല്യൂ അല്ലെ, RM-ന്റെ വാല്യൂ. അപ്പം നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത മീറ്റർ ആണ്, എക്സ്റ്റെൻഡ് ചെയ്ത മീറ്റർ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, വിൽ ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഓർ ഫിഗർ, സർക്യൂട്ട് റെപ്രസെന്റേഷൻ നമുക്ക് വരയ്ക്കാം. അത് നിങ്ങൾ എപ്പോഴും ചെയ്യുക. ഓക്കെ, സർക്യൂട്ട് റെപ്രസെന്റേഷൻ വരയ്ക്കുമ്പോൾ നമ്മളെ ഡെറിവേഷനിൽ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ള ഒരു ഫിഗർ കാണുമല്ലോ, അത് തന്നെ വരയ്ക്കുക. എന്നിട്ട് അതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യുക. സി ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ദിസ്. ഞാൻ ആ ഡെറിവേഷനിൽ തന്ന ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടതാ, എന്താണുള്ളത്, ആദ്യം വി ഹാവ് എ ഡയൽ. എന്തിന്റെ ഡയൽ, ഒരു PMMC മീറ്ററിന്റെ ഡയൽ ഉണ്ട്. ദെൻ മീറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, RM. ഇത് ഇത്രയാണല്ലോ ഡീറ്റെയിൽസ്. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ അതിലോട്ട് ഒരു എന്ത് കണക്ട് ചെയ്യണം, ഒരു സീരീസ് റെസിസ്റ്റൻസ് ഞാൻ കണക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലെ. സോ ദിസ് ഇസ് RSE. അപ്പൊ ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ ഡെറിവേഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേ ഡയഗ്രാം തന്നെയാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് ആണ്, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഞ്ച് ആണ് V എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ബേസിക് മീറ്ററിന് ഒരു റേഞ്ച് ഉണ്ടായിരുന്നല്ലോ, അതെന്ന് പറയുന്നത് എന്താണ്, VM. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്,
IFSD അല്ലേ? RSCക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എക്സ് അല്ലെ? ഈ IFSD തന്നെയാണ് ഇതിലും കൂടെയും പോകുന്നത് അല്ലെ? സോ ഇതാണ് നമ്മൾ ഡെറിവേഷനിൽ കണ്ട എക്സ്റ്റൻഷൻ ഓഫ് വോൾട്ട് മീറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതാം. IFSDയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എത്രയാണ്? ഇറ്റ് ഈസ് 30 മില്ലി ആംപിയർ. RMന്റെ വാല്യൂ അറിയാമോ? ഇല്ല. RMന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. RSCയുടെ വാല്യൂ അറിയാം. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 19.99 വേണമെങ്കിൽ കിലോ ഓം എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, കിലോ ഓം എന്ന് പറയുമ്പോൾ ഇവിടെ ഓം അല്ലേ, ഓമിനെ കിലോ ഓമിലോട്ട് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് സിംപ്ലി 19,990 ഓം. ഓക്കെ, സോ RSCയുടെ വാല്യൂ അറിയാം. IFSDയുടെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു. VMന്റെ വാല്യൂ അറിയത്തില്ല, എക്സിന്റെ വാല്യൂ അറിയത്തില്ല, വിയുടെ വാല്യൂ അറിയാം. അതായത് എക്സ്റ്റെൻഡ് ചെയ്ത വോൾട്ട് മീറ്ററിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 600 വോൾട്ട്. സോ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. തന്നിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഇത് ഇത്രയും എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ട RMന്റേതാണ്. അപ്പൊ അതൊരു സ്ട്രെയിറ്റ് ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെറൈവ് ചെയ്തത് RSCക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ RSCയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. RSE സീരീസ് മൾട്ടിപ്ലയറിന്റെ ഫോർമുല എന്താണ്? RM ഇൻറ്റു M-1 ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് RM കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്തത് RM ആണ്. RM കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് RSC അറിഞ്ഞിരിക്കണം, രണ്ടെന്ന് പറയുന്നത് M-ന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. RSCയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. M-ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. M-ന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. M നമ്മൾ എങ്ങനെയാണ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? M എന്ന് പറയുന്നത് പുതിയ റേഞ്ച് ഡിവൈഡഡ് ബൈ ബേസിക് മീറ്ററിന്റെ മാക്സിമം റേഞ്ച്. ഇതായിരുന്നല്ലോ. ഇതിനകത്ത് വിയുടെ റേഞ്ച് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. VM അറിയാമോ? ഇല്ല. അപ്പം VM അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് M കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. M കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് RSC മാത്രം വെച്ചിട്ട് RMന്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ എഴുതി തന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്കത് ഈ ഇക്വേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ എടുക്കുക. ഓംസ് ലോ ആണ് നമ്മുടെ വജ്രായുധം എന്ന് പറയുന്നത്. ഓക്കെ, ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സി, ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് ആണുള്ളത്, RM ഉം RSC. ഓക്കെ, അപ്പം RMന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VM ആണല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഓംസ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വോൾട്ടേജ് VM ഇസ് ഈക്വൽ ടു കറണ്ട്, അതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? IFSD ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? RM. ഓക്കെ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം VM കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. VM അറിയത്തില്ലല്ലോ. VM അറിയത്തില്ല. IFSD അറിയാമോ? അറിയാം. RM അറിയാമോ? ഇല്ല, അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഇക്വേഷനിൽ പ്രത്യേകിച്ച് ഉപയോഗമില്ല ഇപ്പോഴും തൽക്കാലത്തേക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന RSC എന്ന് പറയുന്ന രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. അതിന്റെ വോൾട്ടേജ് എത്രയാണ്? X. സോ X വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് എത്രയാണ്? സെയിം കറണ്ട് തന്നെയല്ലേ പോകുന്നത്, സീരീസ് സർക്യൂട്ട് അല്ലേ. സോ IFSD ഇൻറ്റു ആ റെസിസ്റ്റൻസ് എത്രയാണ്? RSE ആണല്ലോ. ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. X അറിയാമോ? അറിയത്തില്ല. IFSD അറിയാമോ? അറിയാം. RSC അറിയാമോ? അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. X is equal to
എക്സ് ഇസ് ഈക്വൽ ടു IFSD ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയായിരുന്നു 30 മില്ലി ആംപിയർ ഇൻറ്റു RSC എന്ന് പറയുന്നത് എത്രയായിരുന്നു 19,990 അല്ലേ. സോ ഇത് 30 ഇൻറ്റു 10⁻³ ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്തു ഇൻറ്റു 19,990. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് ചെയ്ത് നോക്കിയേ എത്ര കിട്ടുമെന്ന് നോക്കിയേ. സോ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് 30 ഇൻറ്റു 19. So it is 570 volt അല്ലേ. ഇതല്ലേ നോക്കിയേ നിങ്ങളൊന്ന് 570 ആണോ നോക്കി. So you will get it is 570 only. Correct. It is correct only. 570. 19 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 28 19 സോറി കറക്റ്റ് തന്നെയാണ് 570 തന്നെയാണ്. ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കാം. Just a minute. 19.99. Okay. 30 into 19.99. 599.7. Okay. So ഇതൊന്ന് പറയുന്നത് 599.7. സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 599.7. ഓക്കെ, അപ്പൊ നമ്മൾ പഴയ സർക്യൂട്ട് ഡയഗ്രത്തിലോട്ടൊന്ന് പോവുക. ഓക്കെ, സോ പഴയ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ വാല്യൂ ഒന്ന് എഴുതിയേ. എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 599.7 വോൾട്ട്. ഓക്കെ, അപ്പം 600 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സീരീസ് മൾട്ടിപ്ലയറിന് അക്രോസ് ആയിട്ട് 599.7 വോൾട്ടും പോവുകയാണ് അല്ലെ. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്തേ. KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കിർച്ചോഫ് വോൾട്ടേജ് ലോ. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു, VM ആയിട്ടും X ആയിട്ടും അല്ലെ. സോ V എന്ന് പറയുന്നത് 600 വോൾട്ട്, VM എന്ന് പറയുന്നത് അറിയത്തില്ല. VM ന്റെ വാല്യൂ അറിയത്തില്ലല്ലോ, VM അറിയത്തില്ല. VM അറിയത്തില്ല പ്ലസ് X എന്ന് പറയുന്നത് 599.7. ഇവിടെ നിന്ന് VM ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? VM is equal to എത്ര കിട്ടും? 0.3 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, സോ VM is equal to 0.3. ഞാൻ ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ KVL ആണ് അപ്ലൈ ചെയ്തത്, കിർച്ചോഫ് വോൾട്ടേജിൽ. അപ്ലൈഡ് വോൾട്ടേജ് VM അത് രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, VM ആയിട്ടും X ആയിട്ടും. സോ 600 is equal to VM plus X. ഓക്കെ, സോ VM is equal to 0.3. നിങ്ങൾ എപ്പോഴും ഈ എക്സ്റ്റൻഷൻ ഏത് ഇതിന്റെ ഡെറിവേഷൻ ഉണ്ടല്ലോ, ആ ഡെറിവേഷൻ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഞാൻ ആ ഡെറിവേഷനകത്ത് എഴുതിയ ഇക്വേഷൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ VM എന്ന് പറയുന്നത് 0.3. സോ VM is equal to 0.3 വോൾട്ട്. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയ നമ്മുടെ RSCയുടെ ഇക്വേഷൻ നോക്കിയ RSC is equal to RM into M minus 1. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് VM is equal to IFSD into RM. അതായാലും ഉപയോഗിക്കാം. നോക്കാം നമുക്ക് അത് വർക്കൗട്ട് ആവുമെന്ന്. VM is equal to, ഇത് ഓംസ് ലോ ആണ്, IFSD into RM. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എന്തായിരുന്നു പ്രശ്നം? നമുക്ക് VM അറിയത്തില്ലായിരുന്നു അല്ലേ. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിയേ, VM അറിയാം, IFSD അറിയാം, RM നമുക്ക് അറിയത്തില്ല. കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? ബാക്കി രണ്ട് ക്വാണ്ടിറ്റീസും ഉണ്ടല്ലോ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വി ആർ ഗെറ്റിംഗ്, നമുക്ക് കിട്ടുന്നത്
VM is equal to IFSD into RM. ഇവിടെ നിന്ന് RMന്റെ ഇക്വേഷൻ എന്താണ്? RM is equal to VM divided by IFSD. VMന്റെ വാല്യൂ എത്രയാണ്? 0.3 divided by IFSDയുടെ വാല്യൂ 30 മില്ലി ആംപിയർ. ഇത് എത്ര കിട്ടും? 0.3 into 10⁻³ divided by 30. ഒരെണ്ണം പോയി 0.1 into 100, that is equal to 10. So 10 ohm എന്ന് കിട്ടും. RM ന്റെ വാല്യൂ 10 ohm എന്ന്. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാ ഈ ഒരു 0.3 by 30 മില്ലി ആംപിയർ. ഇതെങ്ങനെ സോൾവ് ചെയ്യും? 0.3 എന്ന് പറയുന്നത് എന്താണ്? 0.3 ആംപിയർ തന്നെ, 0.3 വോൾട്ട് തന്നെയാണ്. അവിടെ ഡിനോമിനേറ്ററിലുള്ളതോ മില്ലി ആംപിയർ അല്ലേ, അതിനെ ആംപിയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻³ സി ഈ 10⁻³ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ -3 മാറി +3 ആവും. 0.3 into 10⁻³ divided by 30. ഞാൻ അത് വെച്ച് സോൾവ് ചെയ്തതാണ് 10 ohm എന്ന് കിട്ടിയത്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. സോ RM എന്ന് പറയുന്നത് 10 ohm നമുക്ക് കിട്ടി. ഇവിടെ നോക്കിയേ, സീരീസ് മൾട്ടിപ്ലയറിന്റെ വാല്യൂ 1990 ആയിരുന്നു, RMന്റെ വാല്യൂ 10 ആയിരുന്നു. അപ്പോൾ ഫ്രം ഹിയർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഓർ വി ആർ again understanding that the series resistance value will be greater than the meter resistance value. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി എന്താ ചെയ്തത്? നമ്മുടെ കയ്യിൽ ഒരു 0 to 0.3 വോൾട്ട് ഉള്ള ഒരു വോൾട്ട് മീറ്റർ ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ മീറ്റർ റെസിസ്റ്റൻസ് 10 ohm ആയിരുന്നു. ഇതിനെ അവരെങ്ങനെ കൺവേർട്ട് ചെയ്തു? 0 to 600 വോൾട്ട് ഉള്ള ഒരു മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എങ്ങനെ കൺവേർട്ട് ചെയ്തു? ഒരു RSC എന്ന് പറയുന്ന വാല്യൂ 19,990 ohm ആഡ് ചെയ്ത് അതിനെ 0 to 600 വോൾട്ട് മെഷർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മീറ്റർ ആയിട്ടും ചെയ്തു. ഓക്കെ, സോ ഇത് ഇത്രയാണ് ഇതിലെ പ്രോബ്ലം. നിങ്ങളത് വ്യക്തമായിട്ട് നോക്കുക. ഇത് ഉറപ്പാണ് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. റെഗുലർ ആയിട്ട് മിക്കവാറും എല്ലാ പരീക്ഷകളിലും ചോദിച്ച് കാണുന്ന ഒരു ന്യൂമറിക്കലാണ് ഈ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച്. നമ്മൾ ഒരുവിധം നിങ്ങൾക്ക് ഈ 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇത് വെച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, so we'll see in the next video with a new topic. So hope you guys are safe, stay safe, and thank you, and we'll see in the next video. Bye.